ഇതാണ് നിങ്ങളുടെ ട്രെയിനിങ് ഷെഡ്യൂള്. ട്രാക്ക് 1 നിങ്ങൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ബാക്കിയുള്ളവർ പതുക്കെ കംപ്ലീറ്റ് ചെയ്താലും മതി. ട്രാക്ക് 1 കംപ്ലീറ്റ് ചെയ്തവര് ഇപ്പോ ട്രാക്ക് 2 എത്തിയിട്ടുണ്ടാവും. ട്രാക്ക് 2 ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ സിലബസ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. 3 ട്രാക്ക് ഉണ്ടായിരിക്കും ഈ പ്രോഗ്രാമിന്. ട്രാക്ക് 1 ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, ട്രാക്ക് 2 ക്ലൗഡ് നേറ്റീവ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, ട്രാക്ക് 3 ബിഗ് ഡാറ്റ ആൻഡ് മെഷീൻ ലേണിംഗ്. ട്രാക്ക് 2 എന്ന് പറയുമ്പോൾ അതിൽ 5 ക്വിസ്റ്റുകളാണ് ഉള്ളത്. ഗൂഗിൾ ഡെവലപ്പർ എസെൻഷ്യൽ, ബിൽഡ് ഇന്ററാക്റ്റീവ് ആപ്സ്, മെഷീൻ ലേണിംഗ് APIs, ക്ലൗഡ് ഡെവലപ്മെന്റ് ആൻഡ് ക്ലൗഡ് ലോഗിംഗ്. ആൻഡ് ഈ ഒരു ട്രാക്ക് കൂടെ ചെയ്യുന്നതോടുകൂടി, ഈ ട്രാക്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഗൂഗിൾ ക്ലൗഡിന്റെ ഹെൽപ്പോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു സെക്യൂർ ആയിട്ടുള്ള, സ്കാലബിൾ ആയിട്ടുള്ള, ഇന്റലിജന്റ് ആപ്ലിക്കേഷൻസ് എങ്ങനെ ഗൂഗിൾ ക്ലൗഡുമായിട്ട്, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഒരു ട്രാക്ക് ആയിരിക്കും. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ട്രാക്ക് 2 പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും ഈ ട്രാക്ക് പോകുന്നത്. നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആൻഡ് വി ഓൾ നോ ദ മൈൽസ്റ്റോൺസ് ആൻഡ് പ്രൈസസ്. ഐ ജസ്റ്റ് റിമെമ്പറിംഗ്. ദെൻ ഫസ്റ്റ് ട്രാക്ക് 6 ക്വിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രൈസസ് കിട്ടും. അതുപോലെ തന്നെ 12 ക്വിസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൈസസ് ഉണ്ട്. അതുപോലെ 8 സ്കിൽ ബാഡ്ജും, അഡീഷണൽ 8 സ്കിൽ ബാഡ്ജും കൂടെ എടുക്കുകയാണെങ്കിൽ ഒരു ബോണസ് മൈൽ സ്റ്റോൺ ആണത്. ഒരു ലാപ്ടോപ്പ് ബാഗോടുകൂടി കിട്ടും. നമുക്ക് ട്രാക്ക് 2 ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഞാൻ മുബാഷിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മുബാഷ്, യു ക്യാൻ ജോയിൻ അസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഇതുവരെയുള്ള ട്രാക്ക്, അതുപോലെ തന്നെ പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാ ഡൗട്ടുകളും ചോദിക്കാം. ഇതൊരു തിയറട്ടിക്കൽ ക്ലാസ് ആയിരിക്കും, കാരണം ഞങ്ങൾ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അടുത്ത ട്രാക്കിന്റെ. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു സെക്കൻഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ ഫസ്റ്റ് ട്രാക്ക് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കുറെ പേര് കംപ്ലീറ്റ് ചെയ്തു, കുറെ പേര് ഓൺ ഗോയിങ്ങിലാണ്. നിങ്ങളുടെ ബാച്ചിൽ ഇച്ചിരി സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ഇപ്പൊ നിലവിൽ ഇപ്പൊ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. 3 ക്വസ്റ്റ് ചെയ്തു, ബാക്കി ഇനി ചെയ്തപ്പോൾ പ്രശ്നമൊന്നുമില്ല. 3 ക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രാക്ക് 1 ഞങ്ങൾ പറഞ്ഞതിന് കാരണം, ട്രാക്ക് 1 വീക്കിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ട്രാക്ക് 2 വീണ്ടും ഒരു വീക്ക് ടാസ്ക് ആണ്. ട്രാക്ക് 2 വീണ്ടും ഇപ്പൊ കാണിച്ച പോലെ 5 ക്വസ്റ്റ് ഒക്കെ ഉണ്ട്. ട്രാക്ക് 3 വീണ്ടും 6 ക്വസ്റ്റ് വരും. അപ്പോ നിങ്ങൾക്ക് ആ 20th മൊത്തം കൂടി കയറി വരും എന്നുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ടൈമിൽ തീർത്ത് പോവുക എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ തീർത്താൽ മതി. 20th നിങ്ങൾ ട്രാക്ക് 3 തീർത്താൽ മതി, ഒന്നും പ്രശ്നമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നതിന്റെ കാര്യം? ഓക്കെ, ഡൗട്ടിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പോൾ പലരും ചാറ്റ് സപ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ മിക്കവാറും 33, 34, 20 ആ ഒരു ക്യൂയിങ് സിസ്റ്റത്തിലേക്കായിരിക്കും വരിക. കാരണം കൂടുതൽ ഇന്ത്യയിലും ഒട്ടാകെ എല്ലാവരും ഇപ്പോൾ അത് യൂസ് ചെയ്യുവാണ്. അപ്പൊ അതുകൊണ്ടാണ് അത്രയും ഒരു ക്യൂ വരുന്നത്. പിന്നെ ഒരു മെൻഷൻ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെ ഓർത്ത് പ്ലീസ് കാര്യമായിട്ട് പറയാണ്. കാരണം കംപ്ലൈൻസ് കൂടി വരുന്നു. ഞങ്ങൾക്ക് ഇന്നലെ ഒരു അപ്ഡേറ്റ് മെയിൽ ഉണ്ടായിരുന്നു. ആരും ഇനി ചെന്നിട്ട് റീക്രെഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ചാറ്റ് സപ്പോർട്ട് ചോദിക്കരുത്. കാരണം എല്ലാവരും കൂടി ഒന്ന് കയറിയ സമയത്താണ് ബാക്ക് എൻഡിൽ ഒരു ഇഷ്യൂ വന്നിട്ട് ഗൂഗിൾ ക്ലൗഡ് ഷെല്ല് ഇനാക്റ്റീവ് ആയി പോയത്. അപ്പൊ അതിന്റെ പേരിൽ ലാബുകൾ നഷ്ടപ്പെട്ടവർക്കാണ് നമ്മൾ റീക്രെഡിറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നതും അവരത് സമ്മതിച്ചിട്ട് റീക്രെഡിറ്റ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ നടക്കുന്നത്, പല ആൾക്കാരും, എനിക്കും പേഴ്സണലി മെസ്സേജ് ഉണ്ടായിരുന്നു കുറെ സ്റ്റുഡൻസ്, ചേട്ടാ എനിക്ക് ലാബ് ടൈം ഔട്ടായി, അല്ലെങ്കിൽ എനിക്ക് ലാബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ റീക്രെഡിറ്റ് ചോദിച്ചു, പക്ഷെ അവർ തന്നില്ല. അതിനൊന്നും അവർ റീക്രെഡിറ്റ് ചെയ്യില്ല. ടൈം ഔട്ട് ആവുന്നത് നമ്മുടെ പ്രശ്നം കൊണ്ടാണ്. നമ്മൾ സമയത്തിന് അത് വായിച്ച് മനസ്സിലാക്കി ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ ടൈം ഔട്ടായി. അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം നമുക്ക് ടൈം ഔട്ടായി. അത് അവരെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഇപ്പൊ ധൈര്യമായിട്ട് ലാബ് കണ്ടിന്യൂ ചെയ്യുക. അവരുടെ ഭാഗത്തു നിന്നുള്ള എറർ ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഏതെങ്കിലും ആപ്പ്, ഏതെങ്കിലും ഒരു
ക്ലൗഡ് ഷെൽ വർക്ക് ആവാതിരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ലാബിന്റെ ബാക്ക് എൻഡ് ഫുൾ ആയിട്ട് വർക്ക് ആവാതിരിക്കുക, അങ്ങനെയുള്ള ഇഷ്യൂസ് വരുവാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ അവരും ഹെൽപ്പ് ചെയ്യും. അല്ലാതെ നിങ്ങൾക്ക് ക്രെഡിറ്റ് എന്ന് പറയുന്നത് 50 ക്രെഡിറ്റിന് താഴെ പോയാൽ, 50 ക്രെഡിറ്റിന് താഴെ പോയാൽ എനിക്കോ അജേഷിനോ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാം, ഞങ്ങൾക്ക് ഇത്ര ക്രെഡിറ്റേ ഉള്ളൂ, ഞങ്ങൾക്ക് ആ ക്രെഡിറ്റ് വെച്ച് ഇനി ബാക്കി ലാബുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ക്രെഡിറ്റിങ്ങിന് എത്ര ക്രെഡിറ്റ് വേണോ അത്രയും ക്രെഡിറ്റുകൾ ഞങ്ങൾക്ക് വീണ്ടും കൂട്ടിത്തരും. അതിനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് 50-ൽ താഴെ ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാൽ പ്ലീസ് ഇൻഫോം അസ്, എന്നെയോ അജേഷിനെയോ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾ അതിനെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, അതുകൊണ്ട് ഇനി ആരും പോയി ക്രെഡിറ്റിന്റെ കാര്യം ചോദിക്കരുത്. ഓക്കെ, ഇതൊരു ഞങ്ങൾക്ക് വാണിംഗ് ആയിട്ട് വന്ന മെസ്സേജ് ആണ്, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ലാബുകളെ കുറിച്ച്, ഫസ്റ്റ് ട്രാക്കിനെ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക്. നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യണം. അത് മാത്രമല്ല, ഞങ്ങൾക്ക് നേരത്തെ 2 hours ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് 4:10 വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ആയെങ്കിൽ ജസ്റ്റ് ഗിവ് മി യെസ് ഓർ നോ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. യെസ്, ഓക്കെ. ദെൻ എനിക്കൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് എല്ലാവരോടും ആദ്യമേ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ ഫസ്റ്റ് ട്രാക്ക് കംപ്ലീറ്റ് ചെയ്തു, കുറെ പേര് കംപ്ലീറ്റ് ചെയ്തു, കുറെ പേര് കംപ്ലീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചില ആളുകൾ ലാബുകൾ തുടങ്ങി. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്? ഇറ്റ്സ് നോളജ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ? അങ്ങനെയുള്ള എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ജസ്റ്റ് ഗിവ് മി വൺ വേർഡ് ആൻസർ. നോളജ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്താണ് ഈ ലാബുകൾ കൊണ്ട് നിങ്ങൾ ഏൺ ചെയ്യുന്നത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഗിവ് മി എ കമന്റ്. Okay, Kiran, exploring new domain. Okay, Akshay, overview of GCP. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കി ആരും കമന്റ് വരുന്നില്ലല്ലോ. ഓപ്പർച്യൂണിറ്റി. ഓക്കെ, രാജേഷ് ബാക്ക്. ടൈം മാനേജ്മെന്റ്. ഓക്കെ, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഓഫ് വർക്കിംഗ് ഓഫ് GCP, ലേണിംഗ് ന്യൂ ക്ലൗഡ് ടെക്. ഓക്കെ, ക്ലൗഡ്. ഓക്കെ, ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കണം. ടൈം മാനേജ്മെന്റ് നല്ലൊരു കാര്യമാണ്. Learning about Google Cloud. Okay, getting to know Google. Okay, to know about cloud. Yeah, good. Where are them? No one. Learning cloud tech. Okay. Okay. നിങ്ങൾ ആരും പറയാത്തൊരു കാര്യം ഞാൻ കാണിച്ചുതരാം. നിങ്ങൾ സ്കില്ലാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. യെസ്, നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ടോ? ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കാര്യം പെർഫോം ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് ശരിയാണ്. ചിലപ്പോൾ ഒരു 40 minutes ലാബ്, നിങ്ങൾക്ക് ആ ലാബ് 40 minutes കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അതൊരു ടൈം മാനേജ്മെന്റ് ഗുഡ് സ്കില്ലാണ്, ശരിയാണ്. ബട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം സ്കില്ലിംഗ് ആണ്. സ്കിൽ എന്ന് പറയുന്നത് നോളജ് അല്ല ഒരിക്കലും. കാരണം നിങ്ങൾക്ക് സ്കിൽ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ജോലി തരില്ല, ഒരൊറ്റ ഒരാൾ പോലും ജോലി തരില്ല. ടീച്ചറിന് നമ്മുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ അത് അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫ്, അവർക്ക് ആ മേഖലയിൽ സ്കിൽ ഉള്ളത് കൊണ്ടാണ് അവരവിടെ വന്ന് നിൽക്കുന്നത്. ടീച്ചേഴ്സ് ടീച്ച് ചെയ്യാനുള്ള സ്കിൽ ഉള്ളതുകൊണ്ടാണ് അവരവിടെ ഉള്ളത്. IT പാർക്കിൽ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും, അവരെല്ലാരും വർക്ക് ചെയ്യുന്നതിന് കാരണം അവർക്ക് ആ ഒരു മേഖലയിൽ സ്കിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടല്ല. പക്ഷെ നമ്മൾ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. എല്ലാവരും BTech പഠിക്കും, പഠിച്ചു കഴിഞ്ഞിട്ട് കുറെ പേര് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടിപ്പോ. കേരളത്തിൽ 250-ഓളം കോളേജുകളുണ്ട്. അതിന്റെ അകത്ത് ക്യാമ്പസ് പ്ലേസ്മെന്റ് ചേരുന്നത് വെറും ഒരു 15% ആളുകൾ മാത്രമേ ക്യാമ്പസ് പ്ലേസ്മെന്റ് തരുള്ളൂ. ബാക്കി എല്ലാവരും ചെയ്യുന്ന ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ മറ്റു കമ്പനികളിലേക്ക് പോയി അപ്രോച്ച് ചെയ്യും. അതാണ് ചെയ്യുന്നത്. ആ ടൈമിൽ
എല്ലാവർക്കും ലാക്ക് ചെയ്യുന്ന ഒരു സാധനം സ്കിൽ എന്ന് പറയുന്നതാണ്. സ്കിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പോയി ഏതെങ്കിലും കോഴ്സുകൾ ചെയ്യും. പൈതൺ, ജാവാസ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ക്ലൗഡ്, നെറ്റ്വർക്കിംഗ്, വേറെ എന്തൊക്കെ കോഴ്സ് ഉണ്ട്? മെക്കാനിക്കൽ കാര്യം ബാക്കിയുള്ളവരും കാഡ്, ഓട്ടോ കാഡ്, EC അവരുടെ കുറെ കോഴ്സസ് ഉണ്ട്. അപ്പൊ അവരെല്ലാരും അങ്ങനെയുള്ള കോഴ്സസ് സ്കില്ല് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും പോയി പഠിക്കാം. അങ്ങനെയാണ് സ്കിൽ ചെയ്യുന്നത്. ബട്ട് എന്തുകൊണ്ട് നമുക്ക് പഠിക്കുന്ന സമയത്ത് സ്കിൽ എടുത്തുവിടാം? ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസിനും, ഒരു ബിടെക് പഠിച്ചിറങ്ങുന്ന IT CS സ്റ്റുഡൻസിന് C#, പൈതൺ, ജാവാസ്ക്രിപ്റ്റ്, PHP, HTML, CSS, പിന്നെ കുറച്ച് പേർക്ക് അഡീഷണൽ ആയിട്ട് ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജസ്, എല്ലാം ബേസിക്സ് അറിയാം. ഒറ്റ ഒരെണ്ണത്തിലും ഒരു സ്കിൽ ഉണ്ടാവില്ല. മിക്കുള്ള പേരും, ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതല്ല, ഒരു റൂളിംഗ് ആണത്. കാരണം സ്കിൽ നേടാൻ വേണ്ടിയിട്ട് ആരും ഒന്നും പ്രയത്നിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ, അപ്പൊ നോൺ IT CS കാർക്ക് C#, അവർ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് അതിലൊരു ബേസിക് നോളജ് ഉണ്ടാവും. പൈതണും ഇപ്പൊ പഠിക്കുന്നുണ്ട്, അപ്പൊ ഒരു ബേസിക് നോളജ് അതിലുണ്ടാവും. പക്ഷെ അവരുടെ മേഖലയിലുള്ള സാധനങ്ങളിലും മാറ്റ്ലാബ് പഠിക്കുന്നവർക്ക് മാറ്റ്ലാബിനെ കുറിച്ച് അധികം ഒന്നും അതിന്റെ അകത്ത് സ്കിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട് നിങ്ങൾ സ്കിൽ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കണം. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് ഈ ലാബുകൾ, ഹാൻഡ്സ് ഓൺ ലാബുകൾ വഴി ഗൂഗിൾ ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. മുന്നേ പറഞ്ഞിരുന്നു, ഗൂഗിൾ ക്ലൗഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാണ് ക്വിക്ക് ലാബ്, അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തത്. നിങ്ങൾ ഈ ഹാൻഡ്സ് ഓൺ ലാബുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാക്സിമം അക്യൂർ ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ് എങ്ങനെ ഒരു VM ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡിൽ എങ്ങനെ ഒരു സ്കില്ല് ക്രിയേറ്റ് ചെയ്യാം, പൈതൺ എങ്ങനെ ഇത് ചെയ്യാം. ചില ആളുകൾ W3 സ്കൂളൊക്കെ നോക്കി പൈതൺ ഒക്കെ പഠിക്കുന്നുണ്ട്, ചില ആളുകൾ പൈതൺ കോഴ്സറയിൽ പഠിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാവരും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനത്തിന് സ്കില്ല് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഇന്നതിൽ സ്കില്ലുണ്ട്, ആ ഡൊമൈനിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സ്കില്ലുണ്ട്, അതുകൊണ്ട് എന്നെ അതിലേക്ക് എടുക്കാം എന്ന് ഉറച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കില്ലിംഗ് ആണ് ഇവിടെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിന്റെ ബെസ്റ്റ് ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന 2 പേരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഗൂഗിൾ ക്ലൗഡ് CEO. ഗൂഗിൾ ക്ലൗഡ് CEO സൗത്ത് ഇന്ത്യൻ ആണ്. ഗൂഗിൾ ക്ലൗഡിന്റെ CEO എന്ന് പറയുന്നത്. ആൻഡ് ഗൂഗിളിന്റെ CEO ആൾസോ എൻ ഇന്ത്യൻ, ആൾസോ എ സൗത്ത് ഇന്ത്യൻ. അവർക്ക് 2 പേർക്കും എന്തുകൊണ്ട് അവർ വേൾഡ് ബെസ്റ്റ് വൺസ് ആയിട്ട് അവിടെ വന്നിരുന്നു? ആമസോണിലുള്ളവരും ഇന്ത്യക്കാരുണ്ട് കുറെ. എന്തുകൊണ്ട് അവരൊക്കെ വരുന്നു? എന്തുകൊണ്ട് നമ്മൾ ഇവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിഫറൻസ്. നോ സ്കിൽസ്. അവർക്ക് സ്കിൽസ് ഉണ്ട്, ബട്ട് നമ്മൾ ലാക്ക് ചെയ്യുന്ന സാധനം സ്കിൽസ് ആണ്. നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, നോളജ് ഉണ്ട്. നോളജും എഡ്യൂക്കേഷനും കൊണ്ട് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ടെക് വേൾഡിലേക്ക് ചെന്നിറങ്ങി കഴിഞ്ഞാൽ നോളജ് വേണം, ശരിയാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള അറിവ് വേണം. ബട്ട് ഒരെണ്ണത്തിൽ സ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സ്കില്ലിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആരും സ്കില്ല് പറഞ്ഞു കേട്ടില്ല. കുറച്ച് പേര് ഹാൻഡ്സ് ഓൺസ് പറഞ്ഞു, പുതിയ ടെക്നോളജി ലേൺ ചെയ്യുന്നു, അതൊക്കെ നല്ലതാണ്. ബട്ട് സ്കില്ലിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, നിങ്ങൾ എഡ്യൂക്കേഷൻ ചെയ്യുന്നു, കൂടെ നിങ്ങൾ സ്കില്ലും കൂടി എടുത്തു കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ കൊണ്ടുപോകുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു സ്കില്ലും കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പ്രൊജക്റ്റിന് അത് ഹെൽപ്പ് ചെയ്യും. 2, നിങ്ങൾക്ക് ഒരു പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഇന്നതിൽ ഒരു സ്കില്ലുണ്ട് എന്ന് പറയാൻ പറ്റും ധൈര്യമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സ്കിൽ സ്റ്റാക്ക്, നോളജ് സ്റ്റാക്ക്, ഇങ്ങനെ 2 കാര്യങ്ങളുണ്ട്, സ്കില്ലും നോളജും. നോളജ് സ്റ്റാക്ക് നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നോളജാണ്. നമ്മൾ ഡിഗ്രിയിൽ ഇപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരായാലും BSc പഠിക്കുന്നവരാണെങ്കിലും പോളി പഠിക്കുന്നവരാണെങ്കിലും അവർ പഠിക്കുന്ന എല്ലാം അവർക്ക് നോളജ് ട്രാക്കാണ്. നിങ്ങൾ പുതുതായിട്ട് ഏതെങ്കിലും സാധനങ്ങൾ അറിവ് എടുക്കുവാണെങ്കിൽ അതെല്ലാം നോളജാണ്. ബട്ട് സ്കിൽ, ഒരു ടെക്നോളജി കുറിച്ച് കൂടുതൽ പഠിക്കുക, അതിലൊരു സ്കിൽ എടുക്കുക, അത് നല്ല പാടുള്ള കാര്യം. ബട്ട് അതിൽ സ്കിൽ എടുത്തു കഴിഞ്ഞാലോ, നിങ്ങൾ വിചാരിക്കുന്നിടത്ത് നിങ്ങളെ താനെ അത് കൊണ്ടെത്തിക്കും. നിങ്ങൾക്ക് ഏത് ലെവലിൽ എത്തണം എന്നുള്ളത് ആ ഒരു സ്കില്ലാണ് നിങ്ങളെ തീരുമാനിക്കുക. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സ്കില്ലാണ്. നിങ്ങളവിടെ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങളോട് ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്യണം, ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യണം? കാരണം കൂടുതൽ പേര് നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യും. ആ ടൈമിൽ നിങ്ങൾ കൂടുതൽ ആളുകളായിട്ട്
ഓക്കെ, പ്ലീസ് ഡോണ്ട് ഗോ ഓൺ മ്യൂട്ട്. ഓക്കെ ഓക്കെ. അപ്പോ ലിങ്ക്ഡിന്റെ കാര്യം. ഓക്കെ, ലിങ്ക്ഡിനിൽ നിങ്ങൾ കൂടുതൽ ആളുകൾ അറിയും, നിങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മുടെ കഴിവുകൾ അറിയുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻസ് കൂടും. അതൊരു സ്കില്ലാണ്. ആ കമ്മ്യൂണിക്കേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരാൻ കഴിയുള്ളൂ. അപ്പൊ അതെല്ലാം ഒന്ന് ആലോചിച്ച് വെക്കുക. സ്കില്ലിങ് ആണ്, എനിക്കിത് പഠിക്കണം. അല്ലെങ്കിൽ അതിപ്പോ ഞാൻ പറയുന്നില്ല ഈ ഗൂഗിൾ ക്ലൗഡ് തന്നെ ആവണം എന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്കിൽ ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അത് വളർത്തിയെടുക്കുക എന്നുള്ള വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങൾ അത് ചെയ്യാം. ഓക്കെ, ദെൻ ദിസ് ഈസ് ആൻ ഇമേജ് ഓഫ് സംവൺ ഹു ജമ്പിങ് ഇൻ എന്താണ് ഒരു ചെറിയൊരു ബാത്ത് ടബ്. ഇത് കമ്പയർ ചെയ്ത് നോക്കുക നമ്മളും ബാക്കിയുള്ളവരുമായിട്ട്. ഒരു ബാത്ത് ടബ് ചെറിയൊരു സ്പേസ് ഓഫ് ടെക്നോളജി ആണെന്ന് കൂട്ടുക. നമ്മുടെ വലിയൊരു കടലിന്റെ അകത്ത് ഒരു ബാത്ത് ടബ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരു സാധനത്തിൽ ഒരു സ്കില്ലിംഗ് ആണത്. അത് ആദ്യം അക്യൂർ ചെയ്താൽ മാത്രമേ നമുക്ക് വലുതിലേക്ക് ചാടിയിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ആൻഡ് ആർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഒരു ഇമേജസ് വെച്ചിട്ടുള്ള അനുഭവം ആർക്കെങ്കിലും? ജസ്റ്റ് ഗിവ് മീ ആൻ യെസ് ഓർ നോ. ഓക്കെ കിരൺ, വേറെ ആരും ഇല്ല? എല്ലാരും ഓണാക്കി വെച്ചിട്ട് പോയേക്കണോ? അമൽ ഓക്കെ, സുഷാം, അഖിൽ ഓക്കെ, അമൽജിത്ത്. ശരിയാണ്. നമ്മൾ നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാബുകൾ, ആദ്യത്തെ ട്രയൽ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ എറർ വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഗ്രൂപ്പിൽ ചോദിക്കും, ആർക്കെങ്കിലും ഈ എറർ മനസ്സിലായോ, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ ഇത് ചെയ്യാൻ? ചിലപ്പോൾ ഒന്നും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, ആർക്കും അറിയുന്നുണ്ടാവില്ല. ഓക്കെ, ആ ടൈമിൽ നിങ്ങൾ ഇതൊക്കെ എൻഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കും അത് എന്തുകൊണ്ട് അവിടെ എറർ വന്നു. മെയിൻലി നിങ്ങൾ ഇനിയിപ്പോൾ ആലോചിക്കാൻ പോകുന്നത് ഇപ്പോൾ 2020 പാസ് ഔട്ട് ആവാൻ 2021 പാസ് ഔട്ട് ആവാൻ പോകുന്ന സ്റ്റുഡൻസും അതിന് ശേഷമുള്ള സ്റ്റുഡൻസും അവരാലോചിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് പ്രൊജക്ടിന്റെ ടൈമിലാണ് ഇതൊക്കെ വരിക. അപ്പോൾ ഈ കോഡുകളൊക്കെ മനസ്സിലായിരുന്നാലേ നമുക്ക് ആലോചിച്ച് ഡീബഗ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ മാക്സിമം നിങ്ങൾ ഏൺ ചെയ്യാം. ഓക്കെ, ക്യാൻ വി സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലാബുകളൊന്നുമില്ല, ജസ്റ്റ് എക്സ്പ്ലനേഷൻസ് മാത്രമേ ഉള്ളൂ ഇന്ന്. ലാബുകളുടെ വീഡിയോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലാബ് കഴിഞ്ഞ ഉടനെ, ഈ ഒരു സെഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ക്യാൻ വി സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് ക്വസ്റ്റ് എക്സ്പ്ലനേഷൻസ്? യെസ്, ഓക്കെ. ഒരു ക്വിക്കായിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിൽ മൊത്തം കൂടി ഒരു 5 ലാബ്സ് ആണുള്ളത്. ഓക്കെ, 5 ലാബുകളാണുള്ളത്. അതിൽ 4 ലാബ് കമ്പൾസറി ലാബുകളാണ്. ഒരെണ്ണം ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇറ്റ്സ് എ നോട്ട് കമ്പൾസറി ലാബ്. വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി. അതാണ് ലാസ്റ്റ് ലാബ്. ഈ ലിസ്റ്റിംഗിൽ കാണിക്കുന്നതിൽ ഏറ്റവും ലാസ്റ്റ് ലാബ്. ബാക്കി 4 ലാബും കമ്പൾസറി ലാബാണ്. ആ 4 ലാബ് നിങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം നോൺ കമ്പൾസറി ലാബുകളാണ്. ഓക്കെ, ക്ലൗഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് ക്ലൗഡ് കറക്റ്റ് ആയിട്ടൊരു മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആരുടെയെങ്കിലും ഒക്കെ സിസ്റ്റം വെച്ചിട്ട് നമ്മുടെ സാധനം നമ്മൾ വർക്ക് ചെയ്യിക്കുന്നു. ജസ്റ്റ് ദാറ്റ്. അതിന്റെ അപ്ഡേറ്റിങ്ങും മെയിൻ്റനൻസോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് ഗീവ് അവേ. നമ്മുടെ സാധനം നമ്മൾ കൊണ്ടു കൊടുത്തു, അത് അവിടെ നിന്ന് ഡിപ്ലോയ് ചെയ്തു. ജസ്റ്റ് ദാറ്റ് ഈസ് ക്ലൗഡ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലാബിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാം. ഫസ്റ്റ് ലാബ് എന്ന് പറയുന്നത്, ഓക്കെ, ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്വസ്റ്റ് ആണ്. ഓക്കെ, ദിസ് ഈസ് യുവർ ക്വസ്റ്റ്. ഇതിൽ മൊത്തം കൂടെ ഞാൻ പറഞ്ഞ കണക്കാം 1, 2. രണ്ടാമത്തെ ലാബില് 2 ലാബുകളുണ്ട്. ഒന്ന് ML വെച്ചിട്ട്, ഓട്ടോ ML വെച്ചിട്ട് ഒരു ക്ലൗഡ്സിനെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോ ML. രണ്ടാമത്തെ അതിൽ തന്നെ ഓറുള്ളതാണ് ഒരെണ്ണം നാച്ചുറൽ ലാംഗ്വേജ് API വെച്ചിട്ട് നമ്മളൊരു എൻറ്റിറ്റി ആൻഡ് സെറ്റിൽമെന്റ്, ഒരു ടെക്സ്റ്റ് റെക്കഗ്നൈസേഷൻ
അല്ലെങ്കിൽ ടെക്സ്റ്റ് കൺവേർഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ ലാബ്. ഒരു മൂന്നാമത്തെ ലാബ് എന്ന് പറയുന്നത് ഗൂഗിൾ അസിസ്റ്റൻസ്. നമ്മളൊരു റെസ്റ്റോറന്റ് ലൊക്കേറ്ററിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതാണ് മൂന്നാമത്തെ ലാബ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ആൾസോ 2 ലാബ്സ്. അത് ആപ്പ് എഞ്ചിനെ കുറിച്ചാണ്. ഒന്ന് ജാവ വെച്ചിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യാം, 2 പൈതൺ വെച്ചിട്ട് ചെയ്യാം. അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ജാവ യൂസ് ചെയ്യാം, പൈതൺ ഇഷ്ടമുള്ളവർക്ക് പൈതൺ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ലാബ്, അത് ശ്രദ്ധിച്ചാൽ അത് ഒരു ഡോട്ടഡ് സർക്കിൾ ആയിരിക്കും. അത് ഓട്ടോ സ്കെയിലിംഗ് ഇൻസ്റ്റൻസ് ആൻഡ് കസ്റ്റം ക്ലൗഡ് മോണിറ്ററിംഗ് മെട്രിക്സ്. ഒരു ക്ലൗഡിന്റെ മോണിറ്ററിംഗ് മെട്രിക്സ് ഒക്കെ കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അഡീഷണൽ ലാബാണ്. ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അത് ചെയ്യാം. ഇല്ലാത്തവർക്ക് അത് ജസ്റ്റ് മാറ്റി നിർത്തിയിട്ട് മറ്റു ലാബുകളൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെതർ ഡാറ്റ ആൻഡ് BigQuery ആണ്. അപ്പോൾ നമുക്ക് ആദ്യം BigQueryയെ കുറിച്ച് അറിയണം, ലാബ് ലോഡ് ചെയ്യുന്ന സമയം. ഓക്കെ, BigQuery എന്ന് പറയുന്നത് ഒരു ഡാറ്റ അനലിറ്റിക്സ് വെയർ ഹൗസ് ആണ് ഗൂഗിളിന്റെ. ഗൂഗിൾ BigQuery എന്ന് പറയുന്നത്, അല്ലാതെ BigQuery അല്ല. ഗൂഗിൾ BigQuery എന്ന് പറയുന്നത് ഒരു ഡാറ്റ അനലിറ്റിക്സ് വെയർ ഹൗസ് ആണ്. BigQueryയും ഒരു ഡാറ്റ അനലിറ്റിക്സ് വെയർ ഹൗസ് ആണ്. ഗൂഗിൾ BigQuery എന്ന് പറയുമ്പോൾ ഒരു പെറ്റാബൈറ്റ് സ്കെയിലുള്ള ഒരു ഡാറ്റ വെയർ ഹൗസ്, ഡാറ്റ അനലിറ്റിക് വെയർ ഹൗസ് ആണ്. ഈ പെറ്റാബൈറ്റ് എത്രയാണെന്ന് അറിയോ ആർക്കെങ്കിലും? ജസ്റ്റ് ഗിവ് മി എ കമന്റ്. 1 petabyte. Yes, Asjit. It's 1024 TB. 1024 TB ആണ് 1 petabyte. അങ്ങനെ ഉള്ള ഒരു 1 petabyte, പെറ്റാബൈറ്റ് ആണ്. പെറ്റാബൈറ്റ് സ്കെയിൽ ഡാറ്റ അനലിറ്റിക് വെയർ ഹൗസ് ആണ് ഗൂഗിൾ BigQuery എന്ന് പറയുന്നത്. ഈ ഗൂഗിൾ BigQueryയുടെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഈസി ടു യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം SQL അറിയാമെങ്കിൽ നമുക്ക് BigQuery യൂസ് ചെയ്യാം. SQL കമാൻഡ്സ് വെച്ചിട്ട് നമുക്ക് BigQuery അനാലിസിസ് ചെയ്യാം. ഇൻഡെക്സസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല ഇതിൻ്റെ അകത്ത്. ഓപ്പൺ സ്റ്റാൻഡേർഡ്സ് ആണ്. എന്ന് വെച്ചാൽ ആർക്കും ഉപയോഗിക്കാം. ഓപ്പൺ പബ്ലിക് ഡേറ്റ ആയിട്ട് വെച്ചേക്കുന്ന കാര്യമാണ്. ആർക്കും എടുത്ത് അനാലിസിസ് ചെയ്യാം. അതിന് യാതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല. ഓപ്പൺ സ്റ്റാൻഡേർഡിൽ ഓപ്പണബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റാസ് ആണ് BigQueryയിൽ യൂസ് ചെയ്യുന്നത്. 2 റിലയബിലിറ്റി ആണ്. ഗൂഗിളിന്റെ ഡാറ്റാ സെന്റർ ആണ് ഇതിനെ ബാക്ക് ചെയ്തേക്കുന്നത് വെച്ചാൽ ഗൂഗിൾ ഡാറ്റാ സെന്ററിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസ് ആണ് ഇതെല്ലാം. സോ ഇതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ ഡാറ്റാ സെന്റർ തന്നെയാണ്. മറ്റുള്ളവർ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തേക്കുന്നതാണെങ്കിലും അതൊരു ഓപ്പൺ പബ്ലിക് ഡാറ്റ ആയിട്ടാണ് ഗൂഗിൾ ഡാറ്റാ സെന്റർ അതിനെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റിലയബിലിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഗൂഗിൾ ഡാറ്റാ സെന്റർ ആണ് അതിന്റെ ബാക്ക് ഡ്രൈവ്. അതിൽ എന്ത് അപ്ഡേഷൻസ് വന്നാലും ഗൂഗിൾ ഡാറ്റാ സെന്റർ ആയിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ എക്കണോമിക് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പേസിനും ആവശ്യമുള്ളതിന്റെ പ്രോസസ്സിംഗ് ഫീ മാത്രം കൊടുത്താൽ മതി. ഈ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് അബൌട്ട് ഓഫ് $10 താഴെയാണ് പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത്. അത്ര മാത്രമേ പ്രോസസ്സിംഗ് ഫീ ഉള്ളൂ. ബട്ട് സ്റ്റോറേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. നിങ്ങൾ എത്രമാത്രം സ്റ്റോറേജ് എടുക്കുന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സ്റ്റോറേജ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 1 TB സ്റ്റോറേജ് ഡേറ്റ ആണെന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നത്, 1 TB സ്റ്റോറേജിനുള്ള പൈസ മാത്രം BigQueryയുടെ കാര്യങ്ങളിൽ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ BigQueryയുടെ കുറച്ച് അഡ്വാൻറ്റേജസ്. ആൻഡ് ഡേറ്റ യഥാർത്ഥത്തിൽ BigQuery എന്ന് പറയുന്നത് 2 സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. BigQuery മാനേജ് സ്റ്റോറേജിനെ മാനേജ് ചെയ്യുന്നുണ്ട്. 2 അനാലിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. BigQuery അനാലിസിസ്, മാനേജ്ഡ് സ്റ്റോറേജും അനാലിസിസുമാണ് BigQuery വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന 2 സർവീസസ് എന്ന് പറയുന്നത്. നമ്മുടെ ഗൂഗിളിന്റെ പ്രൊഡക്ട്സ് ആയ ആഡ് ആൻഡ് Gmail വർക്ക് ചെയ്യുന്ന എങ്ങനത്തെ സ്റ്റോറേജിലാണോ സെയിം സ്റ്റോറേജ് ആണ് BigQuery മാനേജ് ചെയ്യുന്ന സ്റ്റോറേജ്. ഓക്കെ, fully managed and scalable data storage that is
based on the same technology that store Google product data. ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് എന്താണ് സ്റ്റോറേജ് സിസ്റ്റം ആണോ അതേ സ്കെയിലബിൾ ആയിട്ടുള്ള ഡേറ്റ സ്റ്റോറേജ് തന്നെയാണ് ഈ BigQuery മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അനാലിസിസിന് വേണ്ടിയിട്ട് ഗൂഗിൾ സ്വന്തമായി നിർമ്മിച്ച ഒരു എഞ്ചിൻ ഉണ്ട്, ടെക്നോളജി ഉണ്ട്. അതാണ് ഡെർമൽ ക്വറി എഞ്ചിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അവരുടെ ഇന്റേണൽ യൂസിന് മാത്രമായിട്ട് അവര് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ടെക്നോളജിയാണ് ഡെർമൽ ക്വറി എഞ്ചിൻ. അത് SQL എഞ്ചിനെ പോലെ പാരലായിട്ട് നിൽക്കുന്ന ഒരു എഞ്ചിനാണ് SQL എഞ്ചിൻ പോലെ. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് SQL ക്വറീസും റൺ ചെയ്യാൻ കഴിയും. ഈ ഡെർമൽ ക്വറി എഞ്ചിൻ എന്ന് പറയുന്നത് അവരുടെ യൂസിന് മാത്രമേ ഉള്ളൂ, മറ്റൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഇന്റേണൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, അത് ഔട്ട്സോഴ്സിങ് പ്രൊഡക്റ്റ് അല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് അവർ അനാലിസിസിങ് ഒക്കെ നടത്തുന്നത്. അതെന്ന് പറയുന്നത് കുറച്ചും കൂടി അധികം ഫാസ്റ്റ് ആണ്. അവർക്ക് SQL എഞ്ചിനെ പോലെ തന്നെ കുറച്ചും കൂടി അധികം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് അവരുടെ ഡെർമൽ ക്വറി എഞ്ചിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് വെതർ ഡേറ്റ BigQueryന്റെ അകത്ത് എനിക്ക് BigQueryയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ലാബ് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ലാബിന്റെ അകത്ത് ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കാം. ഓവർവ്യൂ നോക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഇന്ററാക്റ്റീവ് ക്വറീസ് നമ്മൾ ചെയ്ത് നോക്കുന്നു. ഇന്ററാക്റ്റീവ് ക്വറീസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഡേറ്റാസ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കും, ജസ്റ്റ് 2 എണ്ണം ജോയിൻ ചെയ്ത് നോക്കും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഒരു ഇയർ ബേസിസ് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡേഴ്സിൽ നമ്മളൊന്ന് കോൾ ചെയ്ത് നോക്കും. പിന്നെ സബ് ക്വറീസ് വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലാബിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ലാബ് വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, പിന്നെ ഉള്ളത് കമ്പൈൻ ആൻഡ് റൺ അനലിറ്റിക്സ് എന്നാണ്. അപ്പോൾ 2 ഡാറ്റാ സെറ്റിന് നമ്മൾ മൾട്ടിപ്പിൾ ഡാറ്റാ സെറ്റിനെ കമ്പൈൻ ചെയ്യുകയും അതിന് അനലിറ്റിക്സ് റൺ ചെയ്ത് അനാലിസിസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അതാണ് മെയിൻലി ചെയ്യുന്ന കാര്യം. ജസ്റ്റ് നിങ്ങളെ BigQuery ഒന്ന് പരിചയപ്പെടുത്തുക, അതിൻ്റെ അകത്ത് എങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് പബ്ലിക് ഡാറ്റാ സെറ്റ് എടുത്ത് വർക്ക് ചെയ്യാം എന്നുള്ളത്. ഇതിന്റെ അകത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെതർ ഡാറ്റ ഡിറ്റക്ഷൻസ് ആണ്. വെതറിന്റെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ന്യൂയോർക്ക് സിറ്റിയിലെ വെതറും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾ ഒരു അനാലിസിസ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പബ്ലിക് ഡാറ്റാ സെറ്റ്, നിങ്ങളുടെ പ്രൊജക്ട് ആവശ്യമായിട്ട് പബ്ലിക് ഡാറ്റാ സെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്തുനിന്ന് പബ്ലിക് ഡാറ്റാ സെറ്റ്സ് എടുക്കാം. പൈസ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ക്ലൗഡ് യൂസ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് അല്ലാണ്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഒരു പബ്ലിക് ഡാറ്റ സെറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു data.gov. അങ്ങനെ എന്തോ ആണ്. ജസ്റ്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ വന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ പബ്ലിക് ഡാറ്റ സെറ്റ് ഓഫ് ഗവൺമെന്റ് എന്ന് വല്ലതും ടൈപ്പ് ചെയ്താൽ ഇന്ത്യൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പബ്ലിക് ഡാറ്റ സെറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ കോവിഡ് റിലേറ്റഡ് ഡീറ്റെയിൽസ്, എത്ര പേഷ്യൻസ് ഉണ്ട്, എത്ര പേഷ്യൻസ് റിക്കവർ ആയി, ഇതുവരെ എത്ര പേഷ്യൻസ് ഡൈഡ് ആയി എന്നുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം പബ്ലിക് ഡാറ്റ സെറ്റുകൾ. അതേ കണക്ക് ഇതിന്റെ അകത്തുകൊണ്ട് വേൾഡിലുള്ള ഡാറ്റാ സെറ്റുകൾ ഈ ഗൂഗിൾ ക്ലൗഡിന്റെ അകത്ത്, അത് നിങ്ങൾ ഈ ട്രാക്കിലല്ല നെക്സ്റ്റ് ട്രാക്കിൽ അതിനെ വെച്ചിട്ട് ഒരു അനാലിസിസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ചെയ്യാൻ കഴിയും. ആൻഡ് ഇതാണ് ഈ ലാബിൽ മെയിൻലി ഉള്ളത്. വേറെ ലാബ് ഇതൊന്നുമില്ല. ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ലാബാണ്. ഒരു 25 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഞാൻ ചെയ്തേക്കുന്ന വീഡിയോ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. അത് ഞാൻ കുറച്ച് എക്സ്പ്ലനേഷനും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഇറ്റ്സ് ടേക്കിംഗ് ഓഫ് 30 or 35 മിനിറ്റ്സ് ഒക്കെ എടുത്താണ് ഞാൻ ആ ലാബ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ലാബിനെ കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കോഡിനെ കുറിച്ചും അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കോഡുകളെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. ആൻഡ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ഫോർ ML. നമ്മൾ ML-നെ കുറിച്ചൊന്ന് പറയാൻ പോവാണ്. ഇതില് ഞാൻ വീഡിയോ ചെയ്തേക്കുന്നത് AutoML-നെ വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇറ്റ്സ് എ 2 hours ലാബ്. പക്ക ഒരു 2 hours എടുക്കും ഈ ലാബ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെറ്റ്വർക്ക് ഒക്കെ അത്യാവശ്യം ഒന്ന് സെറ്റ് ആയാൽ മാത്രമേ അത് ചെയ്ത് കംപ്ലീറ്റ് ആവാൻ പറ്റൂ. ഓക്കെ, ഇതിലൊരു പപ്പി ഉണ്ട്, ഒരു മഫിൻ ഉണ്ട്, എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഇതിനെ കണ്ടുപിടിക്കാനുള്ള
നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുത്തു. ഗൂഗിളിൽ തന്നെ ഇമേജ് സെർച്ച് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ വേർഡ് സെർച്ച് ചെയ്യുന്ന പോലെ ഇമേജ് സെർച്ച്. അത് ആരൊക്കെ ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഇമേജ് കൊടുത്തിട്ട് നമ്മൾ അതിന് ബാക്ക്വേർഡ് ട്രാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും അത്? ജസ്റ്റ് ഗിവ് മി എ സോറി. യെസ്, നമ്മൾ ഇമേജിനെ കൊടുക്കും, സെർച്ച് ചെയ്യും. എങ്ങനെ സെർച്ച് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയില്ല എന്ന് പറയാം. ഇപ്പൊ നമുക്കറിയാം. ഇറ്റ്സ് മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് വന്നതിന് ശേഷമാണ് അവർ കുറച്ചും കൂടി അതിൽ ആക്റ്റീവ് ആയത്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഇമേജ് കൊടുക്കുന്നു, ആ ഇമേജിനെ അവർ നോക്കിയിട്ട് ആ ഇമേജുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസിനെ എടുക്കുന്നു. ഇതിൽ ഏതാ പപ്പി, ഏതാ മഫിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പപ്പിയും മഫിനെയും കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടിയെ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന് ഇതിന്റെ ഫ്രണ്ട് എടുത്തിട്ട് പറയാം, ഇതിൽ പപ്പിയെയും കണ്ടുപിടിക്കണം, മഫിനെയും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ആദ്യം പറയും ഇത് ഒന്നിയിലെല്ലാം പപ്പിയാണ്, ഇല്ലെങ്കിൽ എല്ലാം മഫിനാണ്. അറിയാത്ത ഒരാളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാ പറയാം. നമ്മുടെ സിസ്റ്റവും അങ്ങനെ പറയുള്ളൂ. നമ്മുടെ സിസ്റ്റത്തിന് അറിയില്ല ഇത് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ. നിങ്ങളാണെങ്കിലും ഇനി വരുന്ന ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലൊക്കെ നമ്മളൊരു കാറിനെ കാണുമ്പോൾ അതൊരു കാറാണ് അല്ലെങ്കിൽ ഇതൊരു കാറാണ് എങ്ങനെ മനസ്സിലാവുന്നു? നമ്മൾ പല കാറുകളുടെ കാണിച്ചു കൊടുത്താണ് കുട്ടികൾക്ക് അത് മനസ്സിലായത്. ഇങ്ങനെ ഇരിക്കുന്നത് കാറാണ്, അതുപോലെ ഇരിക്കുന്നത് ഓട്ടോയാണ്, രണ്ട് വീലിൽ ഓടുന്നത് സൈക്കിളും ബൈക്കും ഉണ്ട്. അതിൽ ബൈക്ക് ഇങ്ങനെ പോവും, ബൈസൈക്കിൾ ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ സ്വയം ട്രെയിൻ ചെയ്യിച്ചതാണ്. അതേപോലെ നമ്മുടെ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് മെഷീൻ ലേണിംഗ്. ഇതിൻ്റെ അകത്ത് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ റൂളിൽ ലേൺ ചെയ്യിച്ച് എടുക്കുന്ന ഒരു പ്ലസ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാം നമുക്ക്. മെഷീൻ ലേണിംഗ്. ഒരു മെഷീൻ ലേണിംഗ് മോഡലിന്, ഒരു ഗുഡ് മെഷീൻ ലേണിംഗ് മോഡലിന് ഒരു ലോട്ട്സ് ഓഫ് എന്ന് പറയുമ്പോൾ കുറെ അധികം ഹൈ ക്വാളിറ്റി ട്രെയിനിങ് ഡേറ്റ ആണ്. ഹൈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഹൈ ക്വാളിറ്റി ആണ്, അതിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബ്ലറായ ഇമേജസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജസ് എല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് ഫീച്ചർ കണ്ടുപിടിക്കാം. അതേ ഫീച്ചറാണ് നമ്മുടെ ഗൂഗിളിൽ നമ്മൾ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഗൂഗിൾ ക്ലൗഡിന്റെ അകത്ത് നിങ്ങൾക്ക് പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ മെഷീൻ ലേണിംഗ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മെഷീൻ ലേണിംഗിന്റെ കോഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം മെഷീൻ ലേണിംഗിന് വേണ്ടിയിട്ട് ഒരു API അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൂഗിൾ ക്ലൗഡ് മെഷീൻ ലേണിംഗ് API എന്ന് പറയും. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള ക്ലൗഡിനെ, ഗൂഗിൾ ക്ലൗഡ് മെഷീൻ ഉണ്ട്, ഗൂഗിൾ ക്ലൗഡിലെ പ്രീ ട്രെയിൻഡ് മെഷീൻ ലേണിംഗ് മോഡൽസ് ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡേറ്റാസ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അത് വെച്ച് വർക്ക് ചെയ്യാം, മോഡൽ ചെയ്യാം, മെഷീൻ ലേണിംഗ് പഠിക്കാം, എല്ലാം ചെയ്യാം. അല്ല നിങ്ങൾക്ക് സ്വന്തമായി ഡേറ്റ കൊണ്ടുവന്നിടണമെങ്കിൽ ഡേറ്റാസ് കൊണ്ടുവന്നിട്ട് പഠിക്കുകയും ചെയ്യും. ബട്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ലാബിലൊക്കെ നിങ്ങൾക്ക് ഓൺ ഡേറ്റാസ് അവർ തന്നിട്ടുണ്ട്. പുറത്തുനിന്ന് ഡേറ്റ ഒന്നും കൊണ്ടുവന്ന് ഇടരുത്, അതിൻ്റെ അകത്ത് ഡേറ്റാസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഗൂഗിൾ ഫോട്ടോ ആൻഡ് ഗൂഗിൾ അസിസ്റ്റൻസ്. നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് യൂസ് ചെയ്യുമ്പോൾ ഒരുപോലെ ഇരിക്കുന്ന കുറെ അധികം ഫോട്ടോസിനെ ജസ്റ്റ് ഒരു ഫ്രെയിമിലാക്കി ഗൂഗിൾ തിരിച്ച് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരാറുണ്ട്. ഇറ്റ്സ് ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുന്ന ഈ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ടാണ് ഗൂഗിൾ ക്ലൗഡിലാണ് നമ്മൾ ഫോട്ടോസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഗൂഗിൾ ക്ലൗഡ് അതിനെ ഒന്ന് അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള കുറെ ഫോട്ടോസ് എടുത്ത് അത് സ്വയം മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരുന്നു. അതൊക്കെ ഗൂഗിൾ അസിസ്റ്റൻസ് നമുക്ക് റെസ്റ്റോറന്റിനൊക്കെ നമുക്ക് പിക്ക് ചെയ്ത് തരുന്നത് മെഷീൻ ലേണിംഗ് വെച്ചിട്ടാണ്. അടുത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാക്കാന്നാണ് അത് മെഷീൻ സ്വയം നോക്കിയിട്ട് പിന്നെ അതിന്റെ റിവ്യൂസ് എല്ലാം കീപ്പ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസ് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരാം, അതല്ലെങ്കിൽ ബെസ്റ്റ് ഷോപ്പ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരുന്നത്. ഈ ML ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പ്രയർ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് 0 എക്സ്പീരിയൻസ് മതി APIs ഉപയോഗിക്കാൻ. അതാണ് നിങ്ങളെ ഈ ഒരു ലാബില് മാക്സിമം നിങ്ങളെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഗൂഗിൾ ക്ലൗഡ് APIs ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഗൂഗിൾ ക്ലൗഡ് APIs ആണ്. വിഷൻ API, വീഡിയോ ഇന്റലിജൻസ്, സ്പീച്ച് ടു ടെക്സ്റ്റ്, നാച്ചുറൽ ലാംഗ്വേജ് ആൻഡ് ട്രാൻസ്ലേഷൻ. വിഷൻ
വിഷൻ ഇമേജസ് ആണ് വിഷൻ. ഓക്കെ, നമ്മളൊരു ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ ഇട്ടു, ഗൂഗിളിൽ ഇടാം, ഫേസ്ബുക്കിൽ ഇടാം. ഓക്കെ, നിങ്ങളൊരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടു, ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണെന്ന് വെച്ചോ, നിങ്ങൾ ആരെയും ടാഗ് ചെയ്തില്ല, ബട്ട് ഫേസ്ബുക്ക് ഓട്ടോ ടാഗ് ചെയ്യും. അതിന്റെ അകത്തുള്ള ആളുകൾ അതേ ഫോട്ടോസ് ഉള്ള ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവര് ടാഗ് ചെയ്യും. ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, എന്റെ അക്കൗണ്ടിൽ നിന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇട്ടിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരുടെയും കൂടെ ഞാൻ നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അത് നിങ്ങളിൽ ആരെങ്കിലും ഒരാളൊരു പോസ്റ്റ് ഇട്ടു, ബട്ട് നിങ്ങൾക്ക് എന്നെ ടാഗ് ഒന്നും ചെയ്തില്ല. ബട്ട് ആ ഇമേജ് എന്ത് ചെയ്യും, ഫേസ്ബുക്ക് എന്ത് ചെയ്യുമെന്ന് അറിയോ, അവരുടെ ഡാറ്റാ സെന്ററിൽ നിന്ന് ആ ഇമേജസിലുള്ള എല്ലാ ഫേസസിനെയും അവരുടെ ഡാറ്റാ സെന്ററുമായിട്ട് കമ്പയർ ചെയ്യും ഫുള്ളായിട്ട്. എന്നിട്ട് അതിൽ നിന്ന് ആ ഇമേജസ് ഉള്ള അക്കൗണ്ട്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഈ ഇമേജ് ടാഗ് ചെയ്യും. ഇപ്പൊ അതൊക്കെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ അധികം ഇപ്പൊ ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതേപോലെയാണ് ഗൂഗിൾ ചെയ്യുന്നത്. ഗൂഗിൾ ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം, ഗൂഗിൾ ഫോട്ടോസിലൊക്കെ നമ്മളിപ്പോ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് നമ്മുടെ പേര് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടേക്കുന്ന ഫോട്ടോസ് ഒക്കെ വന്ന് നമ്മളെ ഗൂഗിൾ ഇമേജസിൽ വന്ന് കിടക്കും. അല്ലെങ്കിൽ നമ്മൾ ബ്ലോഗ് ചെയ്യുന്നവരാണെങ്കിൽ, ബ്ലോഗ്സ് എഴുതുന്നവരാണെങ്കിൽ അവരിടുന്ന ഫോട്ടോസ്, അല്ലെങ്കിൽ വീഡിയോ ബ്ലോഗിങ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ വീഡിയോസ്, ഇതെല്ലാം വരുന്നതിന് കാരണം ആ മെഷീൻ ലേണിംഗ് വെച്ചിട്ട് അവർ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ വീഡിയോ ഇന്റലിജൻസ്. നമ്മളിപ്പോ വീഡിയോ ഇന്റലിജൻസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്, മാച്ചിങ് ചെയ്ത് നോക്കാം, ആ വീഡിയോയിലുള്ള ആളുകൾ ഇപ്പുറത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മാച്ചിങ് ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ഇന്റലിജൻസിന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീച്ച് ടു ടെക്സ്റ്റ്. സ്പീച്ച് ടു ടെക്സ്റ്റില് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ആപ്പ് ഇറങ്ങിയിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. കേൾവി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ പറയുന്നത് ടെക്സ്റ്റ് ആയിട്ട് അവരുടെ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അവർ പറയുന്ന ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിനെ അവരുടെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണിച്ചുകൊണ്ടേയിരിക്കും, കേൾക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇന്റലിജൻസ് ആണ് സ്പീച്ച് ടു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നത് എന്താണോ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ ടെക്സ്റ്റ് ആക്കുക. അത് ML വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുറെ സ്പീച്ചുകൾ കൊടുക്കും, അതിനെ അവര് കുറെ ടെക്സ്റ്റുകളാക്കി ഒക്കെ ലേൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ ഇവര് ടെക്സ്റ്റ് ആക്കി മാറ്റും. പിന്നെ നാച്ചുറൽ ലാംഗ്വേജിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നതും ട്രാൻസ്ലേഷൻ എക്സാമ്പിളും ഒരുമിച്ച് പറയാം. നമ്മൾ ഒരു ഗൂഗിളിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും, ചിലവർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ടു മലയാളം ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷ് ടു ഹിന്ദി, ഹിന്ദി ടു മലയാളം, ഹിന്ദി ടു ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച് ടു ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ നമുക്ക് ഏത് ലാംഗ്വേജസിൽ വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഓരോ ലെറ്റേഴ്സിനെയും അവർ പഠിപ്പിച്ചു. ഇന്ന ലെറ്റർ ഈക്വൽ ടു ഇന്ന ലെറ്റർ ആണ്, ഇന്ന ലെറ്റർ ഈക്വൽ ടു ഇന്നതാണ്. അതേപോലെ ഇന്ന വേർഡ്, ദിസ് വേർഡ് എന്ന് പറയുന്നത് ദാറ്റ് അനദർ വേർഡ് ഈസ് ഈക്വൽ ടു സെയിം എന്നുള്ള രീതിയിൽ എല്ലാം പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാമാണ് ഈ നാച്ചുറൽ ലാംഗ്വേജ് APIസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിന്റെ അകത്ത് 2 ലാബ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്ന ലാബ്, വീഡിയോ ഇട്ടേക്കുന്ന ലാബ് ഇതാണ്, ഓട്ടോ ML വിഷൻസിനെ. നിങ്ങൾക്ക് ML ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ML ചെയ്യാം. 2 ML തന്നെയാണ് ഇതിന്റെ അകത്ത്, ഓറുള്ളത് ML തന്നെയാണ്. ഇത് ക്ലൗഡ് ഡേറ്റന്റെ ഡയറക്റ്റ് ML ആണ്, മറ്റേത് നാച്ചുറൽ ലാംഗ്വേജ് വെച്ചിട്ടുള്ള ML ആണ്. ഈ ML ക്ലാസിഫൈ ഇമേജസ് ഓഫ് ക്ലൗഡ്സില് നിങ്ങളൊരു ഡാറ്റാ സെറ്റ്, ഗൂഗിൾ ക്ലൗഡിന്റെ ഒരു ക്ലൗഡ് ഡാറ്റാ സെറ്റ് ഉണ്ട്, ക്ലൗഡ്സിന്റെ ഇമേജസ്. നിങ്ങൾക്ക് അറിയാം ക്ലൗഡ്സിന് പല ടൈപ്പ് ഓഫ് നെയിംസ് ഉണ്ട്, സർക്കസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ടൈപ്പ് ഓഫ് നെയിംസ് ഉണ്ട് ക്ലൗഡുകൾക്ക്. അപ്പോൾ ആ ഇമേജസ് എല്ലാം നമ്മൾ ഡാറ്റാ സെറ്റിലെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഡാറ്റാ സെറ്റിൽ കൊണ്ടുവന്ന് സേവ് ചെയ്യും. അതിനെ പിന്നെ അവിടെ ഇട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിക്കും. ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യും, അതിന്റെ ആക്യുറസി ഇവാലുവേറ്റ് ചെയ്യും, ജസ്റ്റ് ഒരു ആക്യുറസി ഇവാലുവേറ്റ് ചെയ്യും.
അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പ്രഡിക്ഷൻസ്, നമ്മൾ 2 ഇമേജസ് കൊടുത്തിട്ട് നമ്മൾ 2 ക്ലൗഡ് ഇമേജസ് അവർ ഇതിന്റെ അകത്ത് തരുന്നുണ്ട്. ഇമേജസ് എന്ന് പറയുമ്പോൾ യെസ്, ഈ ഒരു ഇമേജ് യെസ്, ഈ 2 ഇമേജസ് തന്നിട്ട് നമ്മളോട് ഇതിനെ പ്രഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിച്ച ഡേറ്റാ സെറ്റിനോട് നമ്മൾ പറയും. അപ്പോൾ അതൊക്കെ അവർ പ്രഡിക്ഷൻ ചെയ്യുന്നതും ഒക്കെയാണ് ഈ ഒരു ലാബിൽ ഓവർവ്യൂ ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ലാംഗ്വേജ് API ആണ്. ഇതിന്റെ അകത്ത് ഒന്നുമില്ല, ഒരു നാച്ചുറൽ APIനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, അതിനെ നമ്മൾ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടെക്സ്റ്റ് അനാലിസിസർ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് നമ്മളൊരു 3 ടൈപ്പ് ഓഫ് ടെക്സ്റ്റിനെ അനാലിസിസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഐ തിങ്ക് ഇറ്റ്സ് ജാപ്പനീസ് ഓർ ചൈനീസ്, ദെൻ ഒരെണ്ണം ഒരു ജർമ്മൻ ഓർ ഫ്രഞ്ച്, പിന്നെ ഒരെണ്ണം ഹിന്ദി. ഇങ്ങനെ ഒരു 3 ലാംഗ്വേജസിനെ നമ്മൾ ഇംഗ്ലീഷിലേക്കൊക്കെ ഒന്ന് ടെക്സ്റ്റ് അനാലിസിസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും. അതാണ് ഇതിന്റെ അകത്ത് ചെയ്യുന്നത്. ലിംഗ്വിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ നമ്മൾ ഇതിന്റെ അകത്ത് പെർഫോം ചെയ്യും, നാച്ചുറൽ ലാംഗ്വേജ് API വെച്ചിട്ട് ലിംഗ്വിസ്റ്റിക്കൽ. അപ്പൊ പ്രൊജക്ട് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ അനാലിസിസ് ചെയ്ത് നോക്കാട്ടോ, കാരണം നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ അസിസ്റ്റന്റ്. നിങ്ങൾ ഓക്കെ ഗൂഗിൾ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതിന്റെ അകത്തുള്ള ചെറിയൊരു കാര്യം ഗൂഗിൾ അസിസ്റ്റൻസ്. ഇതിന്റെ അകത്ത് വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, ജസ്റ്റ് അതിനെ ഡിപ്ലോയ് ചെയ്യുന്നു, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു, ജസ്റ്റ് ദാറ്റ്സ് ഇറ്റ്. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ ഇതിന്റെ അകത്ത് സീരിയസ് ആയിട്ട് പഠിക്കും. എങ്ങനെയാണ് ഒരു ഡയലോഗ് ഫ്ലോ യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ വെബ് ഹുക്ക്, ക്ലൗഡ് ഫങ്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, ക്ലൗഡിന്റെ അകത്ത് ഫങ്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ക്ലൗഡ് ഫങ്ഷൻസ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ജസ്റ്റ് ഒരു അസിസ്റ്റൻസ് ആപ്ലിക്കേഷൻ പൈപ്പ് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ആക്ഷൻ പ്രോജക്റ്റും ഡയലോഗ് ഫ്ലോ ഒക്കെ വെച്ചിട്ട്. ഡയലോഗ് ഫ്ലോ ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, അതെല്ലാം വെച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചധികം APIസിന്റെ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ മാപ്പിന്റെ API, പ്ലേസസ് API, മാപ്പ് ടെക്സ്റ്റ് API എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം APIs ഉപയോഗിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന വാല്യൂസിനെ വെച്ചിട്ട് അവരുടെ ആ APIs ഉപയോഗിച്ചിട്ടായിരിക്കും അത് ട്രാക്ക് ചെയ്യുന്നത്, ഇതിന്റെ അടുത്ത് ഏതാണുള്ളത് എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് APIs യൂസ് ചെയ്യും. അത് വെച്ചിട്ട് നിങ്ങൾ പ്ലേസസ് API ഒക്കെ വെച്ചിട്ട് നിങ്ങളൊരു ടെക്സ്റ്റ് കൊടുക്കും, ഹായ് ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊരു റിപ്ലൈ ചെയ്യും, നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫുഡാണ് വേണ്ടത്, മോർണിംഗ് ഫുഡാണോ, ലഞ്ചാണോ, ഡിന്നർ ആണോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ചോദിക്കും ഇറ്റാലിയൻ ആണോ ചൈനീസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ നമ്മൾ ചൈനീസ് എന്ന് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഇറ്റാലിയൻ എന്ന് പറഞ്ഞു കൊടുക്കും, നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് അതൊരു റെസ്റ്റോറന്റിനെ ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് തരും. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ലാബിന്റെ അകത്ത് ചെയ്യുന്നത്. എങ്ങനെ നമുക്കൊരു ഗൂഗിൾ അസിസ്റ്റൻസ് ഒന്ന് ജസ്റ്റ് ഒരു സ്മോൾ ബേസിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഓൺ ദിസ് ലാബ്. അത് കൂടുതലായിട്ട് ഒന്നും ഇതിലില്ല. ബട്ട് നിങ്ങൾക്ക് ഇതിന് ശേഷമുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ ഗൂഗിളിന്റെ ബിൽഡിംഗ് ആണ്. ഓക്കെ ഗൂഗിൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. അത് ഫുൾ നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ അസിസ്റ്റൻസിനെ വെച്ചിട്ടുള്ള കാര്യം മാത്രമാണ്. അത് ഫുൾ നിങ്ങൾക്ക് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു ഡെവലപ്മെന്റ് ഫേസിലൊക്കെ നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ ഇനി ഏതാ ലാബുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വെതർ ഡേറ്റ നോക്കി, ക്ലാസിഫൈ ഇമേജസ് നോക്കി, എൻറ്റിറ്റി ആൻഡ് എൻഫേസ് നോക്കി, ഗൂഗിൾ അസിസ്റ്റൻസ് നോക്കി. ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക. നമ്മൾ ലാസ്റ്റ് ലാബിലേക്ക് പോവാണ്. എനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലെങ്കിൽ നോ പറയുക. അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതിൽ മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക.
ഓക്കെ, നോ വൺ. ലാസ്റ്റ് ടാസ്ക് കഴിയാതെ ബാഡ്ജ് കിട്ടില്ലല്ലോ. ലാസ്റ്റ് ടാസ്ക് ഇതിലാണോ, ഈ ഒരു ലാബിലാണോ ഹിഷാം? ഈ ഒരു ട്രാക്കിന്റെ കാര്യമാണോ, അതോ ഈ ട്രാക്കിൽ ലാസ്റ്റ് ലാബ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം അത് ഡോട്ടഡ് ആണ്, ഇറ്റ്സ് നോട്ട് കമ്പൽസറി ലാബ്. വേണം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഓക്കെ, ക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, സ്കിൽ ബാഡ്ജ് ഒന്നുമില്ല. സ്കിൽ ബാഡ്ജ് ഉണ്ട്. ഓക്കെ ഗൂഗിളിന് വേണ്ടിയിട്ട് ഒരു സ്കിൽ ബാഡ്ജ് ഉണ്ട്. ഓക്കെ ഗൂഗിളിന്റെ ഡെവലപ്മെന്റിൽ ഒരു സ്കിൽ ബാഡ്ജ് ഉണ്ട്. അല്ലാതെ ബാക്കി സ്കിൽ ബാഡ്ജസ് ഒന്നുമില്ല. നേരത്തെ ചെയ്തതിൽ നമ്മൾ ഫസ്റ്റ് ട്രാക്കിന്റെ അകത്ത് 6 ക്വസ്റ്റിന് 5 സ്കിൽ ബാഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലെ 5 ക്വസ്റ്റിന് ഒറ്റ സ്കിൽ ബാഡ്ജേ ഉള്ളൂ. ആ സ്കിൽ ബാഡ്ജ് ഓക്കെ ഗൂഗിളിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ബാഡ്ജ് ആണ്. വേറെ സ്കിൽ ബാഡ്ജസ് ഒന്നുമില്ല ഈ ഒരു ട്രാക്കിൽ. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ട്രാക്ക് വരും, അതിൻ്റെ അകത്തൊരു 2 സ്കിൽ ബാഡ്ജസ് ഉണ്ടാവും, അല്ലാതെ വേറെ സ്കിൽ ബാഡ്ജസ് ഒന്നുമില്ല. എനി അതർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദീസ് ഡൗട്ട്സ്? ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ. ബിഗ്ക്വറിനെ കുറിച്ച് പറഞ്ഞു, നമ്മള് ML നെ കുറിച്ച് പറഞ്ഞു, നാച്ചുറൽ ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിന്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലാണ്ട് ഒന്നുമില്ലെങ്കിൽ നോ എന്ന് പറയാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് ആപ്പ് എഞ്ചിൻ ക്വിക്ക് സ്റ്റാർട്ട്. ആപ്പ് എഞ്ചിനെ കുറിച്ചാണ്. ആപ്പ് ഡിപ്ലോയ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെയാണ്. അത് ജാവയിലും പൈതൺ ലാംഗ്വേജിലും ഉള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് പൈതൺ ആണ്. എനിക്ക് പൈതണിന് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പൈതണിനെ കുറിച്ച് പറയാം. ജാവ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജാവ ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള 2 ലാംഗ്വേജസ് ഉണ്ട്. ഓക്കെ, ആപ്പ് എഞ്ചിൻ. ഓക്കെ, നമ്മൾ ഗൂഗിൾ ക്ലൗഡിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ക്ലൗഡ് 3 ടൈപ്പ് ഓഫ് സർവീസസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിൽ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പ്ലാറ്റ്ഫോം ആസ് എ സർവീസിന് ഒരു പ്രൊഡക്റ്റ് ആണ് ആപ്പ് എഞ്ചിൻ. നിങ്ങളുടെ വെബ് ആപ്പ് അല്ലെങ്കിൽ മൊബൈൽ ബാക്ക് എൻഡ് ഒക്കെ ക്ലൗഡിൽ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആപ്പ് എഞ്ചിൻ. ഓക്കെ, നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആകെ കൂടി ചിന്തിക്കേണ്ടത് നിങ്ങളുടെ കോഡ് എങ്ങനെ ഇരിക്കണം, നിങ്ങളുടെ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കണം, അത്ര മാത്രം ചിന്തിച്ചാൽ മതി. അതിന്റെ ഓട്ടോ സ്കെയിലിങ്ങോ ലോഡ് ബാലൻസിങ്ങോ ട്രാഫിക്കിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യമോ അല്ലെങ്കിൽ AB ടെസ്റ്റിങ്ങോ എറർ റിപ്പോർട്ടിങ്ങോ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങളെ കോഡ് അത് ഉപയോഗിച്ച് റൺ ചെയ്താൽ വർക്ക് ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വർക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്ന് വെച്ചാൽ നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ആപ്പ് ഉണ്ടാക്കി. വെബ്സൈറ്റ് തന്നെ ഇരിക്കട്ടെ, ആപ്പ് ആകുമ്പോൾ നമുക്ക് ഫോണിൽ മാത്രമല്ല. ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ പുതിയ ടൈപ്പ് ഓഫ് വെബ് ആപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, വെബ് ആപ്പ് ഉണ്ടാക്കി. അപ്പോ അത് ക്രോമിൽ ഒരു രീതിയിൽ ഇരിക്കും. ക്രോമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ ക്രോമിൽ ഓക്കെ, ഇറ്റ്സ് ഗുഡ് ഫോർ ക്രോം. പക്ഷേ അതിന് നമ്മളെടുത്ത് മോസിലയിൽ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അലൈൻമെന്റിൽ തെറ്റാം, CSS മാറാം, എല്ലാ കാര്യം ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മൾ ആ കാര്യങ്ങളെല്ലാം വൃത്തിയോടെ ചെയ്യാം. എന്ന് വെച്ചാൽ കോഡ് നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം. കോഡിൽ ഔട്ട്പുട്ട് എങ്ങനെ വരണം, ബാക്ക് എൻഡിൽ എങ്ങനെ ചെയ്യാൻ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കോഡിൽ നമ്മൾ കൃത്യമായിട്ട് മാക്സിമം ചെയ്യാം. ഇതേപോലെ കോഡിനെ നമ്മൾ മാക്സിമം ഫോക്കസ് കൊടുക്കാം. ഇപ്പൊ പറയാം, ക്രോമിൽ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, മോസിലയിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കണം, ഇന്റർനെറ്റ് എക്സ്പ്ലോറിൽ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, ആപ്പിളിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, ആൻഡ്രോയിഡ് ഫോണിലാണ് ഉപയോഗിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ സാംസങ്ങിൽ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ, നോക്കിയയിൽ യൂസ് ചെയ്യുമ്പോൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോഡിൽ മെൻഷൻ ചെയ്ത് നമ്മുടെ കോഡ് എങ്ങനെ ഇരിക്കണം, കാൽക്കുലേറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കോഡിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ കോഡെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം ആപ്പ് എഞ്ചിൻ നോക്കിക്കോളും. അതാണ് ആപ്പ് എഞ്ചിന്റെ ഉപയോഗം. നമ്മൾ കോഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറെ ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്.
പൈതൺ, ജാവ, PHP, Node.js, Go, C#, .NET ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ട് എൻഡ് കാര്യങ്ങൾക്കും സെർവർ കണക്ഷൻസിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും. പോപ്പുലർ ഫ്രെയിം വർക്ക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പോപ്പുലർ ഫ്രെയിം വർക്ക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിജാങ്കോ, ഫ്ലാസ്ക്, സ്പ്രിംഗ്, വെബ് ആപ്പ് ടു വെബ് ടു പൈ അങ്ങനെയുള്ള കാര്യങ്ങൾ. പോപ്പുലർ ടൂൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയാ? എക്ലിപ്സ്, ഇന്റലിജെ, പൈച്ചാം, പിന്നെ ഉള്ളതാണ് ജെൻകിൻസ് ഒക്കെ. നിങ്ങൾക്ക് ജെൻകിൻസ് ഓഫ്കോഴ്സ് എനിക്ക് തോന്നുന്നു ജെൻകിൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നിങ്ങൾക്ക് ട്രാക്ക് 1 ഉണ്ടായിരുന്നല്ലോ ജെൻകിൻസ്. അപ്പൊ അതൊക്കെയാണ് ടൂൾസും കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് കോഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ദെൻ സിംഗിൾ കമാൻഡിൽ നിങ്ങളുടെ സാധനം ഡിപ്ലോയ്മെന്റിൽ പോകും, പ്രൊഡക്ഷനിലേക്ക് പോകും. ജസ്റ്റ് ഒരു സിംഗിൾ കമാൻഡ് കൊടുത്താൽ അതിന് നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഗൂഗിൾ ക്ലൗഡ് നിങ്ങളെല്ലാം നിങ്ങളുടെ ആപ്പ് എഞ്ചിനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് gcloud app deploy ഓർ ഡിപ്ലോയ് ആപ്പ്, അങ്ങനെ എന്തോ ഒരു കമാൻഡ് ഉണ്ട്. ആ കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഡിപ്ലോയ് ആയി നിങ്ങളുടെ പ്രൊഡക്ഷനിലെത്തും സാധനം. ഇതിന്റെ അകത്ത് 0 ഡൗൺ ടൈമിൽ ഡിപ്ലോയ്മെന്റ് സേഫ്ലി ആയിട്ട് നടക്കും. നല്ല ഫാസ്റ്റ് ആയിട്ട് ഡിപ്ലോയ്മെന്റ് ഒക്കെ നടക്കും. ട്രാഫിക്കിനെ നിങ്ങൾ ഇതിന്റെ അകത്തേക്ക് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമ്മുടെ ആപ്പ് എഞ്ചിൻ 2 വേർഷൻ ആയിട്ട് മാറ്റും. വേർഷൻ നമ്പർ A ആൻഡ് വേർഷൻ നമ്പർ B. ആദ്യം ട്രാഫിക് എല്ലാം നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ട്രാഫിക്സും നമ്മുടെ വേർഷൻ നമ്പർ Aയിലേക്ക് കൊടുക്കും. ഓക്കെ, വേർഷൻ Aയിലേക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് അതൊന്ന് ഫില്ലായി തുടങ്ങി എന്ന് കാണുമ്പോൾ വേർഷൻ Bയിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. എപ്പോ വേർഷൻ നമ്പർ Aയിൽ ഫില്ലായി എന്ന് ഉറപ്പാവുന്നോ അപ്പോഴേ മൈഗ്രേറ്റ് ചെയ്യും വേർഷൻ Bയിലേക്ക്. ട്രാഫിക് മൈഗ്രേറ്റ് ചെയ്ത് വേർഷൻ Bയിലേക്ക് കൊടുക്കും. അപ്പോ ഇപ്പൊ വേർഷൻ B ഫില്ലായി വേർഷൻ Aയിൽ വേക്കൻസി ഉണ്ടെങ്കിൽ വേർഷൻ B കട്ടായിട്ട് മൈഗ്രേഷൻ വേർഷൻ Aയിലേക്ക് പോകും. അങ്ങനെയാണ് ഈ ആപ്പ് എഞ്ചിൻ വർക്ക് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഇതിന്റെ അകത്ത് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു സാധനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ആപ്ലിക്കേഷൻ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് കോഡെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പേഴ്സണലി പുറത്തെടുത്ത് വെച്ച് പഠിക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ബട്ട് ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ തരുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ ക്ലൗഡിലേക്ക് ചെയ്ത് എല്ലാം ഫിക്സ് ചെയ്ത് എല്ലാം ചെയ്തതിനു ശേഷം നിങ്ങൾ അതിനെ ടെസ്റ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒറ്റ വേർഡ് ഉള്ള ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ അല്ല, ഒരു പേജിന്റെ അകത്ത് ഹലോ വേൾഡ് എന്ന് മാത്രം എഴുതിയിട്ടുണ്ടാവും, അതൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യും നമ്മുടെ ആപ്ലിക്കേഷൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊക്കെ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു സ്ലൈറ്റ് ആയിട്ട് ഒരു ചേഞ്ച് വരുത്തും. ഹലോ വേൾഡ് വേർഷൻ 2 മാറ്റി 1 ആക്കും, പിന്നെ 1 മാറ്റി 2 ആക്കും. അങ്ങനെയൊക്കെ ഉള്ള ചെറിയ അറേഞ്ച്മെന്റ്സ് ഒക്കെ അതിൽ മാറ്റും. എന്നിട്ട് വീണ്ടും നമ്മൾ അത് ടെസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും അത് ഡിപ്ലോയ് ചെയ്യും. ഇതാണ് നിങ്ങളുടെ ഈ ആപ്പ് എഞ്ചിൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ. ആപ്പ് എഞ്ചിൻ ക്വിക്ക് സ്റ്റാർട്ടിൽ നിങ്ങൾ പൈതൺ വെച്ച് ചെയ്യുന്നത്. ഈ ആപ്പ് എഞ്ചിന്റെ ക്വിക്ക് സ്റ്റാർട്ട് ഇവിടെ ചെയ്തതിന് കാരണം ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുന്ന ബാക്കി ക്വസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഗൂഗിൾ ബിൽഡ് ഇന്ററാക്റ്റീവ് ആപ്സും വിത്ത് ഗൂഗിൾ അസിസ്റ്റൻസും, പിന്നെ മെഷീൻ ലേണിംഗ് APIs, ക്ലൗഡ് ഡെവലപ്മെന്റ്, ഗൂഗിൾ ക്ലൗഡ് ലോഗിംഗ്, ഇതിലൊക്കെ നിങ്ങൾ ഈ ആപ്പ് എഞ്ചിൻസ് യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ആപ്പ് എഞ്ചിൻസിനെ ക്വിക്ക് സ്റ്റാർട്ട് ഇപ്പോഴേ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് മാക്സിമം അത് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് പുറത്തിറങ്ങിയാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ചെയ്ത് നിങ്ങളുടെ പ്രൊജക്ട് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ അകത്ത് നിങ്ങളുടെ ഈ വീക്ക് ടാസ്ക്, കഴിഞ്ഞ ടാസ്ക് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഈ വീക്ക് ടാസ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഇത് മാത്രമാണ്. ഗൂഗിൾ ക്ലൗഡ് ഡെവലപ്പർ എസെൻഷ്യൽസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ ഗൂഗിൾ ബിൽഡ് ഇന്ററാക്റ്റീവ് ആപ്സ് വിത്ത് ആ ഗൂഗിൾ അസിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. അതിന് നേരെ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്കിൽ ബാഡ്ജ് ഉണ്ട്. ഒറ്റ സ്കിൽ ബാഡ്ജ് ആണ് ബിൽഡ് ഇന്ററാക്റ്റീവ് ആപ്സ് വിത്ത് ഗൂഗിൾ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മെഷീൻ ലേണിംഗ് APIസിനെ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ക്വസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരെണ്ണം ക്ലൗഡ് ഡെവലപ്മെന്റ്, ക്ലൗഡിന്റെ അകത്തുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളെ കുറിച്ചൊരു ഒരു ക്വസ്റ്റ് ഉണ്ടാകും. പിന്നെ ക്ലൗഡ് ലോഗിങ്ങിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്.
ഇപ്പോ ഈ ഒരു ഗൂഗിൾ ഡെവലപ്പ് എസെൻഷ്യലിന്റെ എല്ലാ വീഡിയോസും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഇതിന്റെ അകത്തുള്ള എല്ലാ ബാഡ്ജസും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സെറ്റ് ഓഫ് ബാഡ്ജസ് കിട്ടും. ക്വസ്റ്റ് ആൻഡ് ഒരു സ്കിൽ ബാഡ്ജസ് ഉണ്ടാവും. ആൻഡ് ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഓക്കെ പ്രവീൺ, ട്രാക്ക് 1 സ്കിൽ ബാഡ്ജസ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് 2 ക്വസ്റ്റിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ട്രാക്ക് 1 ക്വസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ട്രാക്ക് 2 ക്വസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ട്രാക്ക് 3 ക്വസ്റ്റ് എടുക്കാം. എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്കിൽ ബാഡ്ജസ് എടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. ഓക്കെ, എല്ലാവർക്കും ചാറ്റിൽ പോകുമ്പോൾ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം കറക്റ്റ് സമയത്ത് റിപ്ലൈ കിട്ടുന്നില്ല, ടൈം ഔട്ട് ആവുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിൽ അഡ്രസ് support@quicklabs.com അജേഷ് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ട് തരും. അപ്പോൾ ആ ഒരു മെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ മെയിൽ അയക്കാം. നിങ്ങളുടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരും നമ്മൾ. അപ്പോൾ അത് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് മെയിൽ അയക്കും. അവര് മെയിലിന് വേണ്ടിയിട്ട് വേറൊരു സപ്പോർട്ടിങ് ടീമുണ്ട്. അവർ നിങ്ങൾക്ക് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന എറേഴ്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും നിങ്ങൾ ഈ ചാറ്റ് തന്നെ എടുക്കണമെന്ന് പറയില്ല. കുറച്ച് മെയിലൊക്കെ അയച്ചു നോക്കുക, മെയിലൊക്കെ വരും. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഐ തിങ്ക് ഐ ഡൺ വിത്ത് എവറിത്തിങ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ, ട്രാക്ക് 3 ക്വസ്റ്റ് ലിങ്ക് ഇപ്പൊ കിട്ടുമോ? ട്രാക്ക് 3 ക്വസ്റ്റ് നിങ്ങൾ ആദ്യം ട്രാക്ക് 2 കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ചോദിച്ചാൽ മതി. ട്രാക്ക് 2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അജേഷിനോടോ മറ്റോ ചോദിച്ചാൽ മതി. ട്രാക്ക് 3 ക്വസ്റ്റ് അജേഷ് വല്ലോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വീഡിയോസ് ഒക്കെ അടുത്ത ആഴ്ച കിട്ടുള്ളൂ. വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ട്രാക്ക് 3 അതുകൊണ്ട് വീഡിയോസ് ഒക്കെ ട്രാക്ക് 3 ഒക്കെ അടുത്ത ആഴ്ച കിട്ടുള്ളൂ. ബട്ട് നിങ്ങൾക്ക് ലാബുകൾ ചെയ്യാനാണെങ്കിൽ അജേഷിനോട് ചോദിച്ചാൽ മതി. ട്രാക്ക് 3 ക്വസ്റ്റ്യന്റെ ലിങ്ക് ഒക്കെ അജേഷ് തരും. ഇനി അത് ക്വസ്റ്റ്യൻസ്? അജേഷ്, നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇൻകോഗ്നിറ്റോ വിൻഡോയുടെ കാര്യം കൂടെ ഒന്ന് പറയണം. ഇനി ചെയ്യുന്നവര് എന്തായാലും ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ ഓപ്പൺ ചെയ്യണം. ചിലവരെല്ലാരും ഇപ്പൊ അങ്ങനെ എല്ലാം ചെയ്യണമെന്ന് തോന്നുന്നു. പക്ഷെ ഇനിയുള്ള ലാബുകൾ ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ നിർബന്ധമായും ചെയ്യണം. ഓക്കെ, കുറെ എറേഴ്സ് വന്നതിന് കാരണം ഇൻകോഗ്നിറ്റോ വിൻഡോ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. കാരണം ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് റെസ്ട്രിക്ഷൻസ് വരില്ല. കാരണം ക്രോമിന്റെ ഒറിജിനൽ വിൻഡോയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ ഇല്ല. അതുകൊണ്ടാണ് ഇൻകോഗ്നിറ്റോ വിൻഡോ ലാബ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾ ഒറിജിനൽ ക്ലൗഡ് അല്ല യൂസ് ചെയ്യുന്നത്. ഒറിജിനൽ ക്ലൗഡിന്റെ അതേ കോപ്പി വേർഷൻസ് എടുത്തു വെച്ചിട്ടാണ് നിങ്ങൾ ലൈവ് പ്രോജക്റ്റ് നിങ്ങൾ ഈ ഹാൻഡ്സ് ഓൺസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോഴത്തേക്ക് കുറെ അധികം APIs കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇൻകോഗ്നിറ്റോയില് അല്ല, നിങ്ങളെ ഒറിജിനൽ ക്രോമില് ആൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് കിടപ്പുണ്ടാവും. അപ്പൊ അതൊക്കെ എനേബിൾ ആയി വരും. അതുകൊണ്ടാണ് ഇൻകോഗ്നിറ്റോയിൽ നിങ്ങളെല്ലാം ഇൻകോഗ്നിറ്റോയിൽ എടുത്തു വെക്കണം എന്ന് പറയുന്നത്. എക്സ്ട്രാ ക്രെഡിറ്റ് തീരുന്നത് എങ്ങനെ? അങ്ങനെ 50 ക്രെഡിറ്റ്സ് ആകുമ്പോൾ ഗോബു, എനിക്ക് മനസ്സിലായില്ല. എക്സ്ട്രാ ക്രെഡിറ്റ് തരുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഇപ്പൊ മനസ്സിലായി. 50 ക്രെഡിറ്റ്സ് ആകുമ്പോൾ എങ്ങനെയാണ് എക്സ്ട്രാ ക്രെഡിറ്റ് തരുന്നതല്ലേ? അത് നിങ്ങൾ 50 ക്രെഡിറ്റ്സ് ആയി നിങ്ങൾക്ക് ആ 50 ക്രെഡിറ്റ്സ് വെച്ചിട്ട് ഇനി ബാക്കി ലാബുകൾ ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ പറയുക. 50 ക്രെഡിറ്റ്സ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 50 ക്രെഡിറ്റ്സിന് താഴേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് പറയുക, ഞങ്ങൾക്ക് ക്രെഡിറ്റ് തീർന്നു, ഇത്രയാണ് ഇനി ക്രെഡിറ്റ് ബാക്കിയുള്ളത്.
അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ഏതുവരെ ലാബുകളൊക്കെ ചെയ്തു, എത്ര ക്വസ്റ്റ് ആയി എന്നൊക്കെ നമ്മൾ നോക്കും. എന്നിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റുകൾക്ക് ഇനിയുള്ള ക്വസ്റ്റുകൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ഞങ്ങൾ അത് ക്രെഡിറ്റ് തരും. അതിനുള്ള കാര്യങ്ങളൊക്കെ പ്രൊവിഷൻസ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അത് ആ സമയത്ത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തരും. അത് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ആ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വീണ്ടും ക്രെഡിറ്റ് എടുക്കും. ആരും പോയി ക്രെഡിറ്റ് ദൈവത്തെ ഓർത്ത് പോയി ചോദിക്കരുത്. കാരണം വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് വാർണിങ്സ് വാങ്ങാൻ വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, വേറെ ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ചെയ്യാം. നമ്മൾ ഈ വൈൻഡപ്പ്, ഈ ലാബ് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോസ് ഒക്കെ ഇപ്പൊ തന്നെ അജേഷ് ഗ്രൂപ്പിൽ ഇട്ട് തരും ട്രാക്കിന്റെ. അജേഷ് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ആ ലിങ്ക് ഒന്ന് എടുത്ത് അവർക്ക് ഇട്ട് കൊടുക്കണേ ഉടനെ. ക്വസ്റ്റിന്റെ ലിങ്കും എല്ലാം ഇപ്പൊ വരും. മെയിലും ഇപ്പൊ തന്നെ വരുന്നതായിരിക്കും. ഈ ലാബ് ക്ലോസ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് മെയിൽ വരും. ഓക്കെ, താങ്ക് യു ഫോർ എവരിവൺ.